ഹലോ. അപ്പോൾ നമ്മുടെ ഡേ 8 ആണ്. ഡേ 8 രാവിലെ എഴുന്നേറ്റപ്പോൾ യൂഷ്വൽ ഡേ പോലെ തന്നെ ആയിരുന്നു. പക്ഷെ എനിക്ക് ഓൾറെഡി കുറച്ച് പ്ലാൻസ് ഉണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, ഞാൻ ഇന്നലെ പറഞ്ഞില്ലായിരുന്നു വണ്ടിയുടെ കുറച്ച് പരിപാടി ഉണ്ട് എനിക്ക് ബാക്കി. വേറെ ഒന്നുമല്ല, വണ്ടിയുടെ റീടെസ്റ്റിന് ടൈമായി. അപ്പോൾ അത് പണിക്കയറ്റലും ഒക്കെ ആയിട്ട് കുറച്ച് ദിവസമായിട്ട് നടക്കായിരുന്നു. ഇന്നേ തന്നെ റീടെസ്റ്റ്. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റു, നമുക്ക് വർക്കൗട്ട് ചെയ്യാന്ന് വിചാരിച്ചു. പക്ഷെ 2 ദിവസമായിട്ട് നല്ല ബോഡി പെയിൻ ഉണ്ട്. അപ്പൊ ഇന്നലെ ഒക്കെ കഴിഞ്ഞപ്പോൾ ബോഡി പെയിൻ അത്യാവശ്യം കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇന്ന് സ്ട്രെച്ച് ചെയ്യാന്ന് വിചാരിച്ചു, ഞാൻ ആക്റ്റീവ് സ്ട്രെച്ച് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ രാവിലെ തന്നെ സ്ട്രെച്ചിങ് ഒക്കെ ചെയ്തു. അധികം ടൈം ഉണ്ടായിരുന്നില്ല, മൈൽഡ് ആയിട്ട് സ്ട്രെച്ച് ചെയ്തു. ബോഡി റിക്കവർ ചെയ്യണ പോലെ നമ്മൾ അതിനെ സെറ്റ് ചെയ്തു. അതിനുശേഷം ബാക്കി ചെയ്യാനുള്ള ടൈം എനിക്ക് ഉണ്ടായിരുന്നില്ല. രാവിലെ തന്നെ പോകേണ്ടി വന്നു ഈ റീടെസ്റ്റിന്റെ ഭാഗമായിട്ട്. അപ്പോൾ രാവിലെ മുതൽ അതിന്റെ ഓട്ടത്തിലായിരുന്നു, പേപ്പർ വർക്കും പരിപാടികളും തിരക്കും, പിന്നെ കുറേ നേരം വെയിറ്റ് ചെയ്യലും അങ്ങനെയൊക്കെ ആയിട്ട് അതിന്റെ പരിപാടിയായിട്ട് കഴിഞ്ഞു രാവിലെ തന്നെ. അതിനുശേഷം ഉച്ചയ്ക്ക് അതിന്റെ ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം നമ്മൾ കുറച്ചൊന്ന് പവർ നാപ്പൊക്കെ എടുത്തു, സെറ്റായി. പിന്നെ ചെയ്യാനുള്ളത് ബാക്കി ജേർണലിങ്ങും മെഡിറ്റേഷനും റീഡിങ്ങും ആണ്. അതിനുശേഷം നമ്മൾ നേരെ പെട്ടെന്ന് തന്നെ ജേണലിങ് ചെയ്യാൻ വിചാരിച്ചു. അത് നേരെ ജേണലിങ് തുടങ്ങി. പിന്നെ നേരെ മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് മെഡിറ്റേഷനും ചേർത്തു. അപ്പോൾ ഇനി ബാക്കി റീഡിങ് മാത്രം. ഞാൻ ഈ യൂട്യൂബ് ചാനൽ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കണത് അതിനകത്ത് കുറച്ചാൾ ചോദിക്കുന്നുണ്ട്. നീ എന്താണ് ഉദ്ദേശിക്കണത്, എന്താണ് നിന്റെ കണ്ടന്റ്, എന്താണ് നീ ഇതിൻ്റെ കൂടെ ഉദ്ദേശിക്കണം എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ ഞാൻ മെയിനായിട്ട് സെൽഫ് ഇമ്പ്രൂവ്മെന്റ് 30 ഡേ ചലഞ്ചിലൂടെ നമ്മൾ സെൽഫ് ഇമ്പ്രൂവ് ചെയ്യുക അതാണ് എൻ്റെ ഒരു മെയിനായ ഉദ്ദേശം. കുറച്ചുകൂടി ഡീപ്പായി പറയാനാണെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞേ, എൻ്റെ പ്രസന്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് എ ഗായ് ഇൻ എ 20s, അൺഎംപ്ലോയിഡ്. വേറെ കോമ്പറ്റീഷൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേറെ ലൈഫിൽ വേറെ സംഭവമൊന്നും ഇല്ല, ജോലി ആയിട്ടില്ല. സൊസൈറ്റി ടൈംസ് നോക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ ഒരു അൺസക്സസ്ഫുൾ അൺഎംപ്ലോയിഡ് ഗായ്. അപ്പം ഞാൻ എൻ്റെ എൻ്റെ ഒരു ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ എൻ്റെ ഒരു ട്രേറ്റ്സുകൾ മൊത്തത്തിൽ ഇമ്പ്രൂവ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ എൻ്റെ റീഡിങ് ഹാബിറ്റ്സ് അല്ലെങ്കിൽ ഇമോഷണൽ ഇൻ്റലിജൻസ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും ബെറ്ററായ തിങ്സ് ഹാപ്പൻ ചെയ്യും എൻ്റെ ലൈഫിൽ. ഞാൻ പഠിച്ചു നോക്കി, എക്സാംസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതൊരു സൈഡ് നടക്കുന്നുണ്ട്. അതല്ലാണ്ട് എൻ്റെ കുറച്ച് ക്യാരക്ടേഴ്സ് ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ലൈഫിൽ കുറച്ച് ബെറ്ററായ തിങ്സ് സംഭവിക്കും എന്ന് എനിക്കറിയണം. വേറൊന്നുമല്ല, ഞാൻ കണ്ടിട്ടുണ്ട് കുറേ ആൾക്കാർ പറയുന്നത് അവരുടെ കുറേ ക്യാരക്ടേഴ്സ് ഇമ്പ്രൂവ് ചെയ്തപ്പോൾ അവർക്ക് ബെറ്ററായ തിങ്സ് ലൈഫ് സംഭവിച്ചു എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. നമുക്ക് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാൻ നോക്കി. ചില പരിപാടി ഒന്നുമല്ലല്ലോ, നമുക്ക് ജസ്റ്റ് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. നല്ല സംഭവിക്കുകയാണെങ്കിൽ ഞാൻ ഹാപ്പി ആയിരിക്കും. അങ്ങനെ. അപ്പം ഞാൻ അതാണ് ഉദ്ദേശിക്കണത്. ഈ യൂട്യൂബ് ചാനൽ ഉദ്ദേശിക്കുന്നത് എൻ്റെ ഒരു സ്റ്റോറിയാണ്. ഞാൻ ഇപ്പോൾ ഈ നിലയിൽ ഒരു അൺസക്സസ്ഫുൾ ആയ ഒരു നിലയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ആയിത്തീരോ എന്നറിയാനുള്ള എൻ്റെ ഒരു ക്യൂരിയോസിറ്റി, അത് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാണ്. നിങ്ങൾ ആ ജേണി കാണട്ടെ എന്ന് വിചാരിച്ചിട്ട്. എനിക്കറിയാം ഞാൻ വലിയ യൂട്യൂബറോ വലിയ സംഭവങ്ങളൊന്നും ആരുമല്ല. അപ്പോൾ ഫോളോ ചെയ്യാനായിട്ട് ഭാഗത്തിന് മാത്രം എൻ്റെ വലിയ സംഭവങ്ങളൊന്നും ഇല്ല കാണിക്കാനായിട്ട്. എൻ്റെ ആ കാണിക്കാനുള്ളത് എൻ്റെ കഥ മാത്രമാണ്. അതെന്തെങ്കിലും ആയിത്തീരുമെന്ന് പോലും എനിക്കറിയില്ല. ആവാണെങ്കിൽ അപ്പോൾ നോക്കാം. ഇപ്പോൾ ജസ്റ്റ് ഞാൻ ആ പ്രോസസ്സിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം എന്തെങ്കിലുമൊക്കെ ആവോ എന്ന്. ഓക്കെ. അപ്പോൾ ഇനി തിരിച്ച് ചാലഞ്ചിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, അടുത്തൊരു പണി കിട്ടി. പണിയല്ല, അടുത്തൊരു കാര്യം. ഞാൻ പറഞ്ഞില്ല, ഞാൻ പ്രോഫിറ്റ് എന്നുള്ള ബുക്ക് തീർത്തു. എൻ്റെ ഇനി വേറെ ബുക്ക് ഇല്ല. എൻ്റെ കുറച്ച് ബുക്കുണ്ട്, നമുക്ക് അതൊന്ന് നോക്കാം. അതിലേതിന് വായിക്കാൻ സെറ്റ് ആവണമെങ്കിൽ അത് വായിക്കാം, അല്ലെങ്കിൽ പുറത്ത് പോയി നോക്കേണ്ടി വരും. വാ നോക്കാം. ഓക്കെ. നമ്മുടെ ഉള്ള ബുക്കുകൾ നമ്മൾ ജസ്റ്റ് എടുത്തിട്ട് ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ MTയുടെ നാലുകെട്ട്, പിന്നെ മലയാറ്റം നെട്ടുറുമടം, ഈ 2 ബുക്കുകൾ ഈ സത്യം പറയുകയാണെങ്കിൽ കുറച്ചാളായിട്ട് ഞാൻ മലയാളം ബുക്കുകൾ വായിക്കാറില്ല കുറച്ചാളായിട്ട്. എന്താണെന്ന് അറിയില്ല, ഇംഗ്ലീഷിൻ്റെ ആ ഒരു വൈബ് സെറ്റ് ചെയ്യണ്ടായിരിക്കാം. മലയാളം ബുക്ക് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. നാലുകെട്ടിനെ നെട്ടുറുമടം, പിന്നെ കൗണ്ട് ഓഫ് മോണ്ടെ ക്രിസ്റ്റോ. അത് എൻ്റെ ഒറിജിനലാന്ന് തോന്നുന്നു. ഇത് ഏതോ ചെറിയൊരു കോപ്പിയാന്ന് തോന്നുന്നു. വായിക്കണമെങ്കിൽ പിന്നെ ഒറിജിനൽ വായിക്കണല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് വായിക്കുമെന്ന് അറിയില്ല. ബാക്കി ഞാൻ സോട്ടാം. പിന്നെ വിങ്സ് ഓഫ് ഫയർ, APJ അബ്ദുൽ കലാമിൻ്റെ ഞാൻ കുറേ വട്ടം തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, കൺസിസ്റ്റൻസി കാരണം നിർത്തേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ ഈ ബുക്ക് നിത്യചന്ദ്രിക, ഇതെനിക്ക് അച്ഛൻ ഒരു ദിവസം, ഞാൻ ഇങ്ങനെ വായിക്കുന്നതൊക്കെ കണ്ടിട്ട് അച്ഛൻ ഒരു ദിവസം എവിടെ നിന്ന് വാങ്ങിച്ചിട്ട് വന്ന ബുക്കാണ്. ഞാൻ അത് നോക്കിയിട്ടില്ല.
ഒരു ദിവസം നോക്കണം, വായിച്ചു നോക്കണം. എനിക്ക് ഈ ആളെ അറിയില്ല, നമുക്ക് നോക്കാം. പിന്നെ മലയാളം ആയതുകൊണ്ട് അതിൻ്റെ ഒരു ഇതും കൂടി ഉണ്ട്. ഞാൻ മലയാളം ബുക്കുകൾ മോശമാണെന്നോ അങ്ങനെയൊന്നും അല്ലാട്ടോ ഞാൻ പറയണേ. എനിക്കൊരു റെസിസ്റ്റൻസ് ഉണ്ട്. പക്ഷെ മലയാളം ബുക്കുകൾ എൻജോയ് ചെയ്ത കുറേ ബുക്കുകളുണ്ട്. ഞാൻ ഇംഗ്ലീഷ് വായിച്ച് മലയാളം വായിക്കാനുള്ള ഒരു വായിച്ചിട്ട് മലയാളം വായിക്കാനുള്ള റെസിസ്റ്റൻസ് ആണ്. ഓക്കെ. പിന്നെ വാൾക്കേറീസ്, പോലോ കോയിലോന്റെ ഇതും ഞാൻ കുറെ ഒരു പകുതി കൂടുതൽ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ എനിക്ക് ഇഷ്ടം നിർത്തിയ ബുക്ക് അല്ലാട്ടോ അത് ആ കൺസിസ്റ്റൻസി പോയിട്ട് വായിക്കാൻ വേണ്ടി മടിയായിട്ട് നിർത്തിയ ബുക്കാണ്. ഇത്തരം ബുക്കുകളാണ് ഇപ്പം നമ്മുടെ ഉള്ളത്. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം. ഈ നെട്ടൂർമഠം, മലയാറ്റം നെട്ടൂർമഠം അല്ലെങ്കിൽ എം ടി വാസുദേവനാരുടെ ഒരു മിനിറ്റ് എം ടി വാസുദേവനാരുടെ നാലുകെട്ട്, ഈ രണ്ട് ബുക്കുകളിൽ ഏതെങ്കിലും ഒരെണ്ണം വായിച്ചു നോക്കാം. എന്നിട്ട് അത് സെറ്റ് ആവാന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ പുറത്തു പോയിട്ട് നോക്കാം. പുറത്ത് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് പുതിയ ബുക്ക് നോക്കാനായിട്ട്. ബാക്കി നാലിനെ ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് നോക്കണില്ല. ഞാൻ അത് പലവണ്ണം ട്രൈ ഔട്ട് ചെയ്തിട്ട് എനിക്ക് ഇപ്പോൾ വായിക്കാൻ ഒരു ഇത് പോരാ. നമുക്ക് മലയാളം 2 ബുക്കുകൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. അത് സെറ്റ് ആവണമെങ്കിൽ അത് വായിക്കാം, അല്ലെങ്കിൽ വേറെ ബുക്ക് നോക്കാം. ഓക്കെ, അപ്പം എന്താ നോക്കിയിട്ട് നമുക്ക് പറയാട്ടാ. ഞാൻ ആ ബുക്ക് വായിച്ചു നോക്കി. നെട്ടൂർമഠം ഞാൻ വായിച്ചു നോക്കിയില്ല, വേറെ ഒന്നും ഉണ്ടല്ല. നെട്ടൂർമഠം ഞാൻ മുന്നേ വായിച്ചു നോക്കിയിട്ടുണ്ട്. ഇതും നാലുകെട്ട് ഞാൻ മുന്നേ വായിച്ചു നോക്കിയിട്ടുണ്ട്. അത് എനിക്ക് ആ ബുക്ക് എടുത്തവിടെ മനസ്സിലായി ഞാൻ മുന്നേ വായിച്ചു നോക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം. നാലുകെട്ട് വായിച്ചു. ഞാൻ അരമണിക്കൂറിനടുത്ത് ബുക്ക് വായിച്ചു. നമ്മൾ ഇന്നത്തെ ചാലഞ്ചിൻ്റെ ഇന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, 4 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നാലുകെട്ട് എനിക്ക് നാളെ വായിക്കാൻ പറ്റുന്ന അറിയില്ല. വേറെ ഒന്നല്ല, ബുക്ക് നൈസ് ബുക്ക് തന്നെയാണ്. ഭയങ്കര ഹൈപ്ഡാണ് ബുക്ക്, അത് എനിക്കറിയാം. ആൾക്കാരൊക്കെ നല്ല റിവ്യൂ പറയുന്ന ബുക്കാണ് നാലുകെട്ട് എന്ന് പറയുന്നത്. എനിക്കറിയാം. എനിക്ക് ആദ്യത്തെ കുറച്ച് ഭാഗം ഞാൻ 1 2 3 അതിനേക്കാളും കൂടുതൽ തൊട്ട് ആദ്യത്തെ കുറച്ച് ഭാഗം ഞാൻ വീണ്ടും 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 വായിച്ചിട്ടുണ്ട്. പിന്നെ ബുക്ക് തുറന്നു നോക്കിയാൽ മനസ്സിലായി ഈ സാധനം ഞാൻ മുന്നേ ഉണ്ടല്ലോ എന്നുള്ള കാര്യം. പക്ഷെ എനിക്ക് തൊട്ട് മുന്നേ വായിച്ചത് പ്രോഫിറ്റ് എന്ന് പറഞ്ഞ ബുക്കല്ലേ, നമ്മുടെ ഫെരൽ ജിബ്രാൻ്റെ. അത് കഴിഞ്ഞിട്ട് മലയാളം ബുക്ക് വായിക്കുമ്പോൾ എന്തോ ഇപ്പോൾ അത് ആ വൈബ് സെറ്റ് ആവണല്ലോ. അപ്പോൾ എന്തായാലും ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമുക്കൊരു ബുക്ക് കടയിൽ കയറിയിട്ട് നോക്കാം എന്തെങ്കിലും അവിടെ കിട്ടുമോ. എനിക്ക് എന്തെങ്കിലും ഇങ്ങനെ കുറച്ചും കൂടി ഒരു വാക്കുകൾ കിട്ടണല്ലേ പറയാനായിട്ട്, കുറച്ചും കൂടി എന്നെ ഒന്നൊരു അർജില്ല, കുറച്ചും കൂടി മീനിങ് ഫുൾ. അതുമല്ല, നോക്കട്ടെ. എനിക്ക് ഒരു സാധനം എനിക്ക് ഹുക്ക് ചെയ്ത് നിർത്തണ അങ്ങനെ കുറച്ചും കൂടെ റോ ആയിട്ടുള്ള നാലുകെട്ട് റോ എന്നല്ല ഞാൻ പറയണേ. കുറച്ചും കൂടി സാധനം നോക്കട്ടെ. എന്തെങ്കിലും വൈബ് സെറ്റ് ആവാൻ നോക്കുകയാണെങ്കിൽ എന്തെങ്കിലും ബുക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ എടുക്കാം, നിങ്ങളെ കാണിക്കാം. നാളെ നമുക്കത് വായിക്കാം. ഇന്നിപ്പോൾ ഏകദേശം 30 മിനിറ്റ് അടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് പറ്റുകയാണെങ്കിൽ ഒബ്വിയസ്ലി ആ ബുക്ക് എനിക്ക് സെറ്റാണെങ്കിൽ ചിലപ്പോൾ ഇന്നേരം വായിച്ചെന്നിരിക്കും. അത് പറ്റുകയാണെങ്കിൽ വീഡിയോ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് നാളെ അത് വായിക്കാം. നോക്കട്ടെ, ഞാൻ പുറത്തിറങ്ങി നോക്കട്ടെ ബുക്ക് എന്തെങ്കിലും കിട്ടുമെന്ന്. അപ്പോൾ ഓക്കെ, ശരി. നമുക്കൊരു ബുക്ക് കിട്ടി ഗൈസ്, ബുക്ക് കിട്ടി. ദ ഫോറസ്റ്റ് ഓഫ് എൻചാൻമെന്റ്, ചിത്ര ബാനർജി. ഈ ചിത്ര ബാനർജിയുടെ ബുക്സ് ഞാൻ കുറച്ചായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ആൾ അത്യാവശ്യം ഫേമസ് ആയിരുന്നു. നമ്മുടെ മറ്റേ ഈ ആളൊരു പാഞ്ചാലിയെ പറ്റിയൊരു ബുക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു, അത് ഭയങ്കര ഫേമസ് ആയിരുന്നു. എനിക്കിതിനേക്കാളും വിറ്റ് തോന്നി വേറെ സംഭവം. ഇത് കണ്ട, നല്ല ഉചിതമായ കോട്ട്.